ഒരു സാധനം കണ്ടു കൊതിക്കുമ്പോൾ വിചാരിച്ചില്ല ഗൈസ് അത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. ട്രിങ്കറ്റ് ഡിഷ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മളിത് അവിടെ സൈഡിൽ കൊടുക്കാട്ടോ. ആ കാണുന്നതാണ് ട്രിങ്കറ്റ് ഡിഷ്. അതാണ് നമ്മൾ ഇന്ന് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പൊ ഞങ്ങൾ 3 പേരിൽ ആരാണോ നല്ല അടിപൊളിയായിട്ടുള്ള ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കുന്നത് അവരായിരിക്കും ഗൈസ് ഈ ചാലഞ്ചിലെ വിന്നർ. നമ്മൾ ഇതിന് മുന്നേ ഫോം ക്ലേ വെച്ചിട്ട് ഒരു സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കളേർഡ് ആയിട്ടുള്ള ക്ലേ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് നമ്മളൊരു സാധനം ചെയ്യാൻ പോകുന്നത്. അതിൽ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. അതിനുവേണ്ടി സകല സാധനങ്ങൾ ഇതേ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ മുന്നിൽ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഈ ക്ലേ കൊണ്ടുള്ള ട്രിങ്കറ്റ് ഡിഷ് അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റിയ വ്യത്യസ്ത തരം ടൂൾസ് ആണ്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം, എയർ ഡ്രൈ ക്ലേ ട്ടോ. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ ആദ്യം അടിച്ച് പരത്തി ആ ഒരു ഷേപ്പിലൊക്കെ ആക്കിയതിന് ശേഷമാണ്, ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അതിന്റെ മുകളിലുള്ള ബാക്കി പണികൾ എടുത്തത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് വേണ്ട ഷേപ്പ് ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഏകദേശം ഒരു ദിവസം കഴിയുന്നതാണ് സേഫ് നമുക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി. ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ പരത്തൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയില്ലതാണ്. അതായത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലൊക്കെ പരത്തി ഇത്രയും ടൂൾസുകളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഷേപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഷേപ്പിലേക്കൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലുള്ളത് ഈ ക്ലേ വെച്ചിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കണം, ഒരു മഗ്ഗും ഉണ്ടാക്കണം. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് ഈ 3 പേരിൽ ആരാണോ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അവരായിരിക്കും ഇന്നത്തെ വിന്നർ ആയിട്ട് വരുന്നത്. വിന്നറിനെ തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളത് കമന്റ് ബോക്സിൽ പറയട്ടെ. നിങ്ങൾ വിന്നറിനെ തീരുമാനിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിൻട്രസ്റ്റിലൊക്കെ നല്ല ക്യൂട്ടായിട്ട് നല്ല പേസ്റ്റൽ കളേഴ്സിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഓരോന്നാണ് ഇതുണ്ടാക്കാം ഇങ്ങനെ തോന്നും. പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോ ഏതുണ്ടാക്കാൻ പറ്റും നമുക്കറിയില്ല. എന്തായാലും ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലേ അൺബോക്സ് ചെയ്യാം. ഇതിങ്ങനെ തൊടാൻ നല്ല രസമുണ്ടല്ലേ. സമയത്ത് നല്ല സോഫ്റ്റ് ആണ് അത്. വെറും വൈറ്റ് കളറ്, ഈ വൈറ്റ് കളറുള്ള ഈ ഒരു ക്ലേ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ തൊടുമ്പോ നല്ല സോഫ്റ്റ് ആണിത്. ഇത് മൊത്തം നമുക്ക് വേണ്ട കേട്ടോ, അത്രയൊക്കെ ഭാഗം മതിയാവുന്ന എനിക്ക് തോന്നുന്നത്. ബാക്കി ഭാഗം മിക്കവാറും നമുക്ക് മഗ്ഗിന് വേണ്ടി. അപ്പൊ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലെ. കട്ട് ചെയ്യാനുള്ള ടൂൾ ഇതാ. ഇത് വെച്ചിട്ടാണ് ടൂൾസിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. ഏകദേശം ഞങ്ങളൊന്ന് പഠിച്ചിട്ടേ ഉള്ളൂ. പല പല ടൈപ്പ് ടൂൾസ് ഉണ്ട്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇത് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അത് വേഗം അടച്ചു വെച്ചോ. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ കുറച്ച് എടുത്തുള്ളൂ. ഞാൻ ആദ്യം തന്നെ പറയാ, ഞാനൊരു ഓവൽ ഷേപ്പിലുള്ള ട്രിങ്കറ്റ് ഡിഷ് ആണ്. ഞാൻ അമീബ ഷേപ്പാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഓവലായിട്ട് ഇങ്ങനെ വരുന്നേ. ഞാൻ ആദ്യം വട്ടത്തിലൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. അമീബ കുറച്ചുകൂടി ഈസി ആണെന്ന് തോന്നുന്നു. അമീബ കുറച്ച് മനസ്സിലാവും. ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്തെടുക്കട്ടെ ഗൈസ്. ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ്. അത് നോക്കി, അത്ര വേണോ? അത്ര വേണ്ടല്ലേ? ഇത്ര വേണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്ര പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് പൂട്ടിക്കാം. ഞാനും എടുത്തിട്ടുണ്ട്, ഇത്ര പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്ലൈം പോലെ വരുമോ നോക്കാം. ഇതിങ്ങനെ എന്താ പറയാ, ചപ്പാത്തി മാവൊക്കെ പോലത്തെ ഒരു ടെക്സ്ചറിലാട്ടോ ഇതുള്ളത്. ആദ്യം ഞാൻ അത് നന്നായിട്ടൊന്ന് പരത്തെടുക്കാണ്, പക്ഷെ ഇതിങ്ങനെ ക്രാക്ക് പോലെ വരുന്നുണ്ട്. അയ്യോ, എന്നെ കൊള്ളാവോ? ആ ക്രാക്ക് ഒരു ഡിസൈൻ ആണല്ലോ. ഞാനിത് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരത്തി കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ അമീബ ഷേപ്പ് കട്ട് ചെയ്താൽ നന്നായിരിക്കൂലേ എന്ന് എനിക്കൊരു തോന്നുന്നു. അമീബ ഷേപ്പ് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഷേപ്പ് മാറ്റണോന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മളിത് ചപ്പാത്തി മാവ് പോലെ തന്നെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണം. കാര്യം കുറച്ച് ഇങ്ങനെ പരത്തുക, എന്നിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് ഇത് കുറച്ചും കൂടെ സ്മൂത്ത് ആവുക കേട്ടോ. അപ്പൊ ഇത്തിരി നമുക്ക് അങ്ങനെ പരത്തിയിട്ട് ആ ഒരു ടെക്സ്ചർ സ്മൂത്ത് ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ഉണ്ടാക്കി തുടങ്ങാം. ഇത് ഞാൻ നല്ല പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം ആ ഒരു ഓവൽ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് ഓവൽ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓവൽ ഷേപ്പ് ആക്കി കൊടുക്കാം. നല്ലൊരു ഓവൽ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ അടർത്തി മാറ്റിയെടുക്കാം. ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇത് വെച്ചിട്ടാണ് ഗൈസ് ഇനി ഞാൻ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളമാക്കി നോക്കിയിട്ടുണ്ട്, കാരണം ഇതിന്റെ ക്രാക്ക് വെള്ളാക്കിയ ക്രാക്ക് പോവില്ലേ. വെള്ളാക്കി നോക്കിയപ്പോ ക്രാക്ക് ചെറുതായിട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ക്രാക്സ് ഒക്കെ പോക്കിയെടുക്കാം കേട്ടോ ഗൈസ്. ഞാൻ എന്റെ ഷേപ്പ് മാറ്റി.
ഞാൻ ഉണ്ടാക്കുന്ന ഷേപ്പ് മാറ്റി ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ട്രിങ്ക് ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ടഫ് ഡിസിഷൻ ആയി പോകും സാരദ ഭംഗിയുള്ളത്. അതെ അത് ഇതിപ്പോ മൂന്ന് ഷേപ്പിലായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഞാനിത് ഏകദേശം ഒരു വൃത്തിക്കുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരുവിധം ഇങ്ങനെ ക്രാക്ക് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു എയർ കയറിയ പോലെ ഒരു ഫീൽ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടായി കളിക്കുന്നത് ഗൈസ്. ഞാനിതാ ഈ ഒരു സർഫസ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ ഒരുവിധ ഷേപ്പ് കിട്ടും. കറക്റ്റ് വട്ടം കിട്ടിയേ. ഇനി നമുക്കിത് മെല്ലെ ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ എടുത്തു നോക്കാം. കറക്റ്റ് വട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരുവിധം നല്ല കട്ടിയുണ്ട് ഗൈസ്. ഞാൻ എന്റെ ഹാർട്ട് ഷേപ്പ് ഇതേ ഇവിടെ വരയാൻ വേണ്ടി പോവുകയാണ്. പേപ്പറിലാവുമ്പോ നമുക്ക് തെറ്റിയാല് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് തെറ്റി എന്താവും എന്നുള്ള എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതിനോണ്ട് കൂടെ കുഴച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഉണ്ടാക്കി എടുക്കണം. ശ്രീ ലവ് കുറച്ച് ടഫാണ്. ശ്രീ കുറച്ച് ടഫാണെന്ന് എനിക്ക് കിട്ടിയില്ലേ അല്ലേ? ഒരു സൈഡ് കുറച്ച് വീതി കൂടുതലാ. ഈ ഹൃദയത്തിന് ഈ ഭാഗത്തിന് കുറച്ച് വിശാലത കൂടുതലാണ്, കുറച്ച് കുറവാ. എനിക്കൊന്നും അങ്ങനെ തോന്നില്ലല്ലോ. ഇത് നീ കറക്റ്റ് ഒന്ന് നോക്കി നോക്കി. കറക്റ്റ് ഇവിടെ കുറച്ച് കുറവാ, ഇവിടെ കൂടുതലാ. എന്നാ പിന്നെ നമുക്ക് ഇത് 5 കുഴക്കുന്ന എന്താണ് ടേബിള് മൊത്തം ഇളകുന്നില്ല. ഇല്ല ഗൈസ്, ഞാനിതാ പാത്രം കൊണ്ട് ഈ റൗണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ കറക്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ ബാക്കി വന്ന ആ എഡ്ജിൽ വന്ന ക്ലേ എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടി വെച്ച് അതിനിവിടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ പരത്തിയിട്ട് ഒരു ഫ്ലവറിന്റെ ഇങ്ങനെ റാ പോലത്തെ ഷേപ്പ് പോലെ ചുറ്റിലും ഇങ്ങനെ വെച്ചുകൊടുക്കാന്ന് പൊങ്ങി നിൽക്കുന്ന പോലെ അങ്ങനെ ആക്കി കൊടുക്കാന്ന് വിചാരിക്കാം കേട്ടോ. എന്റെ ഹൃദയം 2 കഷ്ണമായി ഗൈസ്. ഞാൻ പറഞ്ഞില്ല അതിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം മുതൽ പിന്നെയും കുഴക്കാൻ പോകും. ഞാനും ആ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ അമീബ ഷേപ്പ് ഞാൻ അതവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് രസം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇപ്പൊ ഏകദേശം പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുമ്പോ ചിലപ്പോ പെട്ടെന്ന്. ഞാനിത് അവിടെ നീളത്തിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് അളവിൽ ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇത് കണ്ടോ ഈ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സസ് ഉള്ളത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പുറത്തെ സൈഡിലും കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പുറത്തെ സൈഡും കൂടി ഇതാ കട്ട് ചെയ്തെടുത്ത് കറക്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഇനിയും ക്ലേ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും കൂടി ആക്കി എടുക്കണം. ഇതിന് നമുക്ക് ഇങ്ങനത്തെ ഷേപ്പും കൂടി ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അത് അടുത്ത ചെയ്തെടുക്കാം. ഗൈസ് ഞാനിതാ ഇവിടെ ഏകദേശം ആ ഒരു ഷേപ്പ് ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഡ്ജ് മൊത്തം നല്ല വൃത്തിയാക്കി കൊടുക്കാണ്ട് കേട്ടോ. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും ഗൈസ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നോക്കല്ലേ, ഇത് നമുക്ക് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഷേപ്പ് ഒന്ന് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഗൈസ് ഞാനിത് വേറൊരു ഹാർട്ട് ഇത് ഇവിടെ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കറക്റ്റ് ആയിട്ട് ഇത് കറക്റ്റ് അല്ലേ? ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ ജോയിന്റ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഫുള്ള് കാര്യമായിട്ട് വരഞ്ഞിട്ടില്ല. ഇനിയാണ് ഞാൻ ശരിക്കും കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് ഞാൻ വരഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വളരെ സൂക്ഷ്മമായി നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ് ഗൈസ് ഇത്. ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയാൽ അപ്പം തീരും. പിന്നെ ആദ്യം മുതൽ നമ്മൾ കുഴച്ച് പരത്തി എടുക്കേണ്ടി വരും. ഞാനതാ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ അളവുകളൊന്നും ശരിയാവുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ പിന്നെയും ഉരുട്ടി പരത്തിക്കൊണ്ടിരിക്കുക. ഷാമി അവിടെ വളരെ ഫാസ്റ്റായി മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഉണങ്ങാനെനിക്ക് വേഗം ഉണക്കുവോ? ഇല്ല, അത് ഞാനിവിടെ ഊതി കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. ഞാനിത് അവിടെ എഡ്ജസിൽ ഇങ്ങനെ കൈ നമ്മൾ കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ നേരത്തെ കണ്ട പോലെ അല്ലല്ലോ. അപ്പൊ നല്ല ഷേപ്പായി വന്നില്ലേ എഡ്ജസ് ഒക്കെ? കണ്ടോ ഫൈനായി, നല്ല ഫൈനായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഹാർട്ടും കൂടി കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിയും. ഇനി നമുക്ക് ഈ ക്ലേ ഇങ്ങോട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം.
ഹാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇതിന്റെ എഡ്ജസ് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ എക്സസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും, പിന്നെ ചെറുതായിട്ട് അവിടെ തന്നെ ഒട്ടിച്ചു വെക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ എഡ്ജസ് സെറ്റ് ആക്കി കൊടുക്കാം. നേരത്തെ ഹാർട്ട് ഒരു സുഖമില്ലായിരുന്നു, പക്ഷെ ഇത് നല്ല അടിപൊളിയായിരുന്നു. ഇത് നല്ല രസമുണ്ടല്ലേ ഗൈസ്? ഞാൻ കുറെ നേരം ഇവിടെ ഉരുട്ടിയിട്ടും പരത്തിയിട്ടും ഇരിക്കുന്നു. കുറെ നേരമായി ഗൈസ് ഈ പീസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. ഇത് ഞാൻ ആദ്യം ഈ റൗണ്ട് ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അതിന്റെ എഡ്ജിലേക്കുള്ള ഈ ഒരു സംഭവം ഉണ്ടാക്കി. ഇതിന്റെ മുകളിൽ ഇനി പൂക്കൾ വേറെ ആക്കാനുണ്ട്. അതിന്റെ ബാക്കി ഭാഗം, അതായത് ഈ ഒരു ഭാഗം കൂടി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി സാധനം ഉണ്ടാക്കിയ പോലെ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ എന്തോ കണക്കിന്റെ ഒരു കളിയാന്ന് തോന്നി. ഇതിന്റെ ബാക്കി ഭാഗം കറക്റ്റ് അളവ് കിട്ടിയാലേ ഉള്ളൂ ഇതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് വെള്ളം കൂട്ടി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. ഞാൻ 5 ചെയ്യുന്ന അതേ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇനി ഉരുട്ടാനും പരത്താനുമാണ് ഉള്ളത്. വേഗം ചെയ്തോ. ഇത് കണ്ടോ, ഞാൻ ആ ഹാർട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ഭംഗിയുള്ള ഹാർട്ടായിട്ട് ഇവിടെ ഉണ്ട്. ഇത് ഉണങ്ങുന്നതിന് മുന്നേ എനിക്ക് ഇത് ഉണ്ടാക്കിയിട്ട് അതിന്റെ വക്ക് വെക്കാനുണ്ട്. ഗൈസ്, ഞാനിത് ഒരുവിധം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എടുത്തിട്ട് ഇത് വെച്ചോക്കട്ടോ, ചിലപ്പോ ഇതും ട്രാജഡി ആയിരിക്കും. അത് കട്ട് ചെയ്തെടുക്കുന്നല്ലാണോ? കിട്ടി. ഇനി ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് എക്സസ് ഉണ്ട്. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാനേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ആ പണി തീർക്കട്ടെ. എനിക്ക് മതിയായി. ഞാനിവിടെ അതേ പണി ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഞാൻ ചെറിയൊരു ഹാർട്ട് വല്ലേ കുറച്ച് കഴിഞ്ഞ ഞാനിത് അതേ പണിയാണ് ഗൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പരത്തിയെടുത്തു. ഇനിയിപ്പോ എനിക്ക് കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഈ സ്കെയിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പീസും പിന്നെ ഇതേ സ്കെയിൽ ഇവിടെ വെച്ച 2 പീസ് കിട്ടിയില്ലേ. ഈ സൈഡിൽ സ്കെയിൽ വെച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു പീസ് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത പീസ് കട്ട് ചെയ്യാം. അളവ് തെറ്റിയാ കഴിഞ്ഞ്. എന്നിട്ട് നമുക്ക് ഈ സൈഡ് ഇതേപോലെ ഇങ്ങോട്ട് വരയിടാം. അയ്യോ, അവിടെ ചെറുതായിട്ട് തെറ്റി. ഗൈസ്, ഞാനിത് അവിടെ നീളത്തിൽ 2 സൈഡിലും ഒട്ടിക്കാനുള്ള എഡ്ജ് റെഡിയാക്കി എടുത്തിരുന്നു. അതിന് ഒരു ഫ്ലവറിന്റെ ഷേപ്പാണ് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ ഒരു ബോട്ടിലിന്റെ മൂടി എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അത് ബാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 5 വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അതെ, ഇത് ഇങ്ങനെ 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 ഉണ്ടാവും. അപ്പൊ രസം ഉണ്ടാവില്ലേ? നല്ല രസം ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗൈസ്, നമ്മളിത് ഷേപ്പ് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് പ്രശ്നമാണ് കാര്യം, ഇതിങ്ങനെ കട്ട് ചെയ്തത് എടുക്കുന്ന സമയത്ത് മുറിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഗൈസ്, ഞാനിത് ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ കൂടെ നമ്മൾ ഇപ്പം ആക്കിയതും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാട്ടോ വേണ്ടത്. അതായത് ഇങ്ങനെയായിരിക്കും ഇത് ഉണ്ടാവുക. ഈ പെറ്റൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ്സും കൂടി ചെയ്ത് കൊടുക്കണ്ടേ. ഇനി നമുക്കിത് വെള്ളം കൊണ്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നല്ല രസമുണ്ട് കാണാന്. രസമുണ്ടോ? ആ പെറ്റൽസ് ഇങ്ങനെ വിരിഞ്ഞെടുക്കുമ്പോ നല്ല രസമുണ്ട്. ശ്രീന്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡിയാവും. കറക്റ്റ് ആയിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് തികയൂലേ എന്നുള്ളതിന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. കൊറേ പ്രാവശ്യം ഉണ്ടാക്കുന്നു, മുറിക്കുന്നു, വീണ്ടും ഞാൻ കൊറേ നേരം ഇതിന്റെ മുകളിൽ കളിക്കുന്നു. ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് എഴുതുന്നു തീരുമോ? ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഈ ഹാർട്ടിന്റെ അറ്റം ഇവിടെ ചിലപ്പോൾ നമുക്ക് വെട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് അളവാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് നോക്ക്. നല്ല രസമുണ്ട്. അതെനിക്ക് ഇഷ്ടമായി ഗൈസ്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതിന്റെ ചുറ്റിനും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോ ഞാൻ തികയോന്ന് നോക്കിയതാണ്. ഇനി നമുക്കിത് ഇവിടെ ഒട്ടിക്കാൻ തുടങ്ങാം. ഗൈസ്, ഞാനിത് അവിടെ ഈ 2 കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലേ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഈ സാധനം വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ 2 കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് ഉണങ്ങി കഴിയുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഇതൊക്കെയാണ് ഗൈസ് ഇതിന്റെ മെയിൻ പണികൾ. ഓരോ കുഞ്ഞു പണികൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഗൈസ്, ഞാനിത് അവിടെ ഒട്ടിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം തന്നെ സൈഡ്സിൽ ഈ ബ്രഷ് വെച്ചിട്ട് ഇത് ഇങ്ങനെ വെള്ളമാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെള്ളമാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ വരയിടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരയിടാൻ പേടിയാവുന്നു. ഇതുവരെ എങ്ങനെയാ അവിടെ എത്തിച്ചതെന്നുള്ളത് എനിക്ക് അറിയുള്ളൂ. ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട്
അത്യാവശ്യം അവിടെ നിന്നോളൂ. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ലെയർ കൊടുത്തിട്ട് അത് ബാക്കി ഒട്ടിക്കാം കേട്ടോ. ഗൈസ് ഞാനിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഇങ്ങനെ എഡ്ജസ് ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ചുളിഞ്ഞൊരു ക്രാക്ക് പോലെ അങ്ങനെ ഇരിക്കുന്നില്ലേ, അത് നല്ല വൃത്തിയിൽ വേണമല്ലോ. അപ്പൊ കുറച്ച് വെള്ളതാ ഈ ഒരു സാധനത്തിൽ ഞാൻ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഈ ഒരു എഡ്ജസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഒരു ക്രാക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഫൈനാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ചെയ്ത് ഒരുവിധം ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റിന്റെ ഈ ഒരു ഭാഗം നല്ല ഫൈനാക്കി എടുക്കണം. ഞാനിത് അറ്റത്ത് ഇങ്ങനെ ഈ ക്രാക്ക് ആക്കി കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഈ പോർഷൻ ഇതിനായിട്ട് നല്ലോണം ഒട്ടണം. അപ്പൊ അത് ഇങ്ങനെ വരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ടൂള് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്കിത് ഒട്ടിക്കാം. ഗൈസ് ഞാനിതാ ട്രിങ്കറ്റ് ഡിഷ് ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു 2-3 ചെറി വന്നാൽ രസം ഉണ്ടാവും എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ 2 കുഞ്ഞു ചെറീൻ്റെ പോലെ വട്ടത്തിന് ഞാൻ ഈ സ്കെച്ചിന്റെ മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു തണ്ടും ഒരു ഇലയും കൊടുക്കണം. അതിന് നമുക്ക് ഇതുകൊണ്ട് നന്നായിട്ട് പരത്തിയിട്ടൊരു തണ്ട് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു തണ്ട് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ചെറീനെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാണ് നമ്മുടെ ചെറി. ഇതൊക്കെ നല്ല രസല്ലേ? ഇത് കളർ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാന്. റെഡ് കളർ കൊടുക്കും. അതെ, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ആ പ്ലേറ്റിൽ ചെറുതായിട്ടൊന്ന് 3D ആയിട്ട് നിൽക്കുന്ന പോലെ 3D ആയിട്ട് നിൽക്കുന്ന പോലെ ഇത് ജസ്റ്റ് ഇവിടെ അങ്ങനെ വെച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് 2-3 എണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഗൈസ് ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ ഞാനിതാ ഈ ഒരു സംഭവം അങ്ങനെ വെച്ച് ഇപ്പൊ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. സൈഡ് ഫുള്ള് ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് നല്ല എന്താ പറയാ അടച്ചുറപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഹാർട്ട് ഷേപ്പിലായി വന്നിട്ടുണ്ട്. കറക്റ്റ് ഹാർട്ട് ഷേപ്പിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ എന്തെങ്കിലും പണി ഞാൻ ഭാവിയിൽ ചെയ്യുമെന്നുള്ള അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പൊ ഞാനിത് ചുറ്റിനും ഇങ്ങനെ നല്ല ഫൈനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് നമുക്ക് കപ്പിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് ഞാനൊരു സാഹസത്തിന് ഒരുങ്ങുകയാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഈ സംഭവം ഞാൻ ഭയങ്കരമായിട്ട് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഈ കാർഡ്ബോർഡിൽ ഒട്ടിക്കിടക്കാണ്. ഇപ്പൊ എടുത്തില്ലെങ്കിൽ പിന്നെ ആ കാർഡ്ബോർഡിൽ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. പക്ഷെ അത് എനിക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ ശ്രീ. ഈ സാധനല്ലേ ഇതൊരു കമ്പിയാണ്. നമ്മൾ ഇങ്ങനെ അടി കൂടെ എങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കണം, അത് ആക്കി എടുക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന്റെ കട്ടി അങ്ങോട്ട് പോയി കിട്ടും. ഷാമിനെ ഹെൽപ്പ് ചെയ്യാം. കട്ടിയല്ലത് മുറിഞ്ഞു മുറിഞ്ഞും പോവും. അങ്ങനെ പിടിച്ചേ പറ്റി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അവിടെയും പിടിച്ചു. അത് നല്ലതാ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്. കിട്ടിയാ മതിയായിരുന്നു. ഇതിങ്ങനെ അടിക്കൂടെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അയ്യോ എന്തോ മുറിയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ശ്രദ്ധിക്കേ. ഈ സൈഡ് ഞാൻ പിടിക്കണോ? ഏതെങ്കിലൊക്കെ സൈഡ് പിടി. കുറച്ച് എന്തെങ്കിലും ടൈറ്റ്. ഈ സൈഡും കൂടെ വന്നില്ല. ആ സൈഡ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ആക്കാം. അതാ ഞാൻ പറഞ്ഞ ഇത് ഞാൻ പിടിക്കണോ? അല്ല ഇത് ഒന്നും കൂടെ അമർത്തി പിടിക്കും. ഇത് വല്ലാത്തൊരു ടാസ്കാണ് ഗൈസ്. കിട്ടിയാ കിട്ടി. ആ കൈമന്ന് വിട്ടോവല്ലേ? എന്നാ എന്റെ കൈ പോയി. നിങ്ങൾ തിരിച്ചേ പിടിച്ചേ. ഇവിടെയും കൂടെ പിടി. ഒരു കൈ അവിടെ ഒരു കൈ പിടി. ചെറുതായിട്ട് ക്ലേ ഒക്കെ അങ്ങോട്ട് അതായി വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് വെള്ളം വെച്ചിട്ടൊന്നും കൂടെ ഫൈനാക്കി കൊടുക്കാം. ഇതിന്റെ താഴെ ഭാഗത്ത് കുറച്ച് ക്ലേ പോയാലും കുഴപ്പമില്ല. പക്ഷെ മുകൾ ഭാഗത്ത് ഒന്നും പറ്റില്ല. അതെ സൈഡും യോഗി പേടിയോ കിട്ടിയാൽ മതിയായിരുന്നു. ഫൈനല് ഇതും കൂടെ ആക്കിയിട്ടുള്ള ഇനിയിപ്പോ ഇങ്ങോട്ട് കിട്ടണ്ടേ. കിട്ടി ഗൈസ്, കിട്ടി. കയ്യിലേക്ക് കിട്ടി. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് കുറച്ച് ഉണങ്ങുന്നത് വരെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അങ്ങനെ കഴിച്ച് നമ്മളിത് മഗ്ഗിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇതേ ട്രിങ്കറ്റ് ഡിഷ് ഒക്കെ അവിടെ സൈഡിൽ എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്റെ ട്രിങ്കറ്റ് ഡിഷ് ഇത് എവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ മഗ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്ലേ ബാക്കി വന്നിരുന്നു. അപ്പൊ ഈ മഗിന്റെ പിടിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇങ്ങനെ നാക്കി വെച്ചാണ്. ചിലപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞാല് ഇത് ഡ്രൈ ആയി പോകും. അപ്പൊ ആദ്യം തന്നെ ഓള് മഗ്ഗിനുള്ള കൈയാണ് ഞാനിത് മഗ്ഗിന് വേണ്ടിയുള്ള ക്ലേ ഇങ്ങനെ സോഫ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം. നമ്മൾ കുറച്ചു നേരം വെച്ചല്ലേ, അപ്പൊ ഒരു ഇത്തിരി ഇങ്ങനെ ഡ്രൈ പോലെ ആയിപ്പോയിട്ടുണ്ട്. അതിങ്ങനെ വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി. ഇതിന്റെ ഫസ്റ്റ് ശ്രമം അതായത് ഒരു റൗണ്ട് ആക്കിയതിന് ശേഷം അല്ല പാടില്ല ശരിയായി വരണുള്ളൂ. ഇതിങ്ങനെ ആക്കിയതാ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. അതായത് ഇതിന്റെ എഡ്ജും ഞാൻ ഒരു അമീബ ഷേപ്പിൽ തന്നെ കേട്ടോ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഇതിനോട് മാച്ച് ആയിട്ടുള്ള കപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഗൈസ് ഞാനൊരു ഫ്ലവറിന്റെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാണ്. ഹാർട്ട് നമുക്ക് വേണ്ട, ഫ്ലവറിന്റെ ഒരു കപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഞാൻ എവിടെയോ ഒന്ന് കണ്ട ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ ഈ ക്ലേ നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം മറന്നുപോയി.
ഇങ്ങനെ വെച്ചിട്ട് എന്തോ ആയിരുന്നു. നിക്ക് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ ആക്കുക. അത് ഏകദേശം എന്നിട്ട് എന്റെ കൂടെ കറക്റ്റ് ആക്കി കൊടുത്താ ആയിന്ന് തോന്നില്ലേ? കപ്പായോ? ചെറിയ രീതിയിൽ ഉണ്ടാക്കിയ പോലെ ആയല്ലോ. അത്ര പെട്ടെന്നായോ? ഈ ക്ലേ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു. ഇതിന് ഞാൻ മാക്സിമം പെർഫെക്ഷൻ കൊടുക്കും ഗൈസ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ഗൈസ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അതന്നെയാണ് എന്റെ മനസ്സിൽ. ഞാൻ മാക്സിമം ഇതിന് പെർഫെക്ഷൻ ആക്കാൻ നോക്കുകയാണ് ഗൈസ്. നടക്കും എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. നമുക്കിത് ഇങ്ങനെ ഇത് മാക്സിമം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ് ഇത് കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഞാനൊരു റൗണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബേസ് ആണ് കേട്ടോ അത്. ഇത് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഈ നേരത്തെ നമ്മളെ റിങ്കറ്റ് ഡിഷിന്റെ അതേ ഒരു ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഈ കപ്പിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാനുള്ളതാണ് ഗൈസ്. ഞാനിതാ കപ്പിന്റെ മേലേക്കുള്ള ഡിസൈൻ ഇങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളിതാ ഏകദേശം ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് വെച്ച് നോക്കാം. കപ്പിന്റെ സൈഡിൽ കൂടെ ഒക്കെ കാപ്പിയൊക്കെ പോലെ ശരിക്കും ആണല്ലേ? എന്നാ പിന്നെ ഇതന്നെ നമുക്ക് കൺഫേം ചെയ്യാം ഗൈസ്. ഇത് ഒട്ടിച്ചു കൊടുക്കാം. അത് ഫ്ലോപ്പ് ആയി ഗൈസ്. ഞാൻ ആദ്യം മുതൽ പിന്നെ ഉണ്ടാക്കുകയാണ്. ഒന്നല്ല ഫ്ലോപ്പ് ആയത്, 2-3 ഇവിടെ ട്രൈ ചെയ്ത് നോക്കി ഫ്ലോപ്പ് ആയത്. ഞാൻ 3 തവണ ട്രൈ ചെയ്തു, 3 പരാജയമായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഷേപ്പ് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച് എനിക്ക് അതേ ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയാലോ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതേപോലത്തെ ഒരു കപ്പിന്റെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് വേറെ ഏതെങ്കിലും ഷേപ്പ് ട്രൈ ചെയ്താലോ, ഒന്ന് പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഗൈസ് അങ്ങനെ എന്റെ കപ്പ് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഇതിന്റെ എഡ്ജസ് ഒക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കാൻ നോക്കുകയാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ, മറ്റേതുപോലെ അല്ല. ഇത് കുറച്ചിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇളകി കളിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു എഡ്ജസ് ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പൊ അതിങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കാം കേട്ടോ ഗൈസ്. ഞാൻ എന്റെ കപ്പിന്റെ സ്ട്രക്ചർ അതേ ആക്കി എടുക്കുകയാണ്. ഇത് എന്ത് ഡിസൈൻ ഇതിന്റെ മുകളിൽ കൊടുക്കണം എന്നുള്ള ഞാൻ ഇതുവരെ തീരുമാനിച്ചില്ല. പക്ഷേ ഈ ഒരു ബേസിക് സ്ട്രക്ചർ ആയതിനു ശേഷമുള്ള നമുക്ക് ഡിസൈൻ ഇനി കൊടുക്കാൻ പറ്റും കേട്ടോ. എന്താ ഇവിടെ ചെറിയൊരു ഈ ജോയിന്റ് നമുക്ക് ശരിയാക്കി കൊടുക്കാനുണ്ട്. അതൊക്കെ ശരിയാക്കിയിട്ട് ഒന്ന് അടിയും കൂടി ഒന്ന് വെച്ചാൽ ഏകദേശം ആ സ്ട്രക്ചറിന്റെ പണി ഉണ്ടത് കഴിയും. ഗൈസ് ഞാനിതാ ഈ ഒരു കപ്പിന് ഇതങ്ങനെ കൈ പിടി വെച്ചു കൊടുക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് വളരെ സൂക്ഷ്മമായി പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ കട്ടി കുറച്ച് കുറവാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് വെച്ചു കൊടുക്കാൻ. കപ്പില്ലാതെ പിടിച്ച് കുടിച്ചൂടെ ഞാൻ ആലോചിക്കുന്നത്. കൈയില്ലാതല്ലേ? അത് ഈ കൈയില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ട് നിൽക്കും തോന്നുന്നു. കൈ ഏകദേശം അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിന് പൊട്ടി പോകാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാന് ഷേപ്പ് പിന്നെയും മാറ്റി ഗൈസ്. ഇവക്ക് തന്നെ പണി. നേരത്തെ ഞാൻ ചെയ്തത് പിന്നെ പൊട്ടി. ഞാൻ എന്ത് ചെയ്യാനാ, അവസാനം ഞാനിതാ കട്ടിയിൽ ഇത്രയും വലിയൊരു നീളത്തിലൊരു സാധനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇനി സമയമില്ല. ഞാനപ്പം ഹാർട്ടിന്റെ ഷേപ്പിലുള്ള കപ്പൻ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഞാൻ സാഹസികമായിട്ട് നമ്മുടെ കപ്പിന്റെ എഡ്ജസ് ഇത് ഇങ്ങനെ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താവും എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇതിങ്ങനെ വീണ് കളിക്കുന്നുണ്ട്. കാരണം മറ്റേ എന്താ പറയാ, നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടെ ശക്തി കുറവാണ് ഈ കപ്പിന്. അതിനോണ്ട് തന്നെ ഇത് നിൽക്കൂല എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ പോർഷൻ ഇങ്ങനെയും കൂടെ വെക്കണം ഗൈസ്. അളവ് തെറ്റി. അപ്പൊ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേ ചെറിയൊരു പീസ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വെട്ടിയത് തെറ്റി ഗൈസ്. ഇവിടേക്ക് ചെറിയൊരു പീസും കൂടി നമുക്ക് വെക്കാം. ഈ പീസ് ഇവിടെ ഇങ്ങനെയും കൂടി ഇനി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നേരത്തെ പോലെ കറക്റ്റ് അളവിലൊന്നും വന്നില്ല. എല്ലാം പീസായിട്ട് എത്താണോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ഏത് കപ്പാണ് ഉദ്ദേശിച്ചത്. ഇത് ഞാനൊരു കപ്പാക്കി എടുക്കും. ഇനി ഇവിടെ മൊത്തം നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വെവ്വേറെ നിൽക്കുന്നത് ആദ്യം നമുക്ക് ഒട്ടിക്കണം. ഞാനിതാ ഈ കപ്പിന് സ്ട്രോബെറി വെച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്ട്രോബെറി ഇങ്ങനെ ഇതിലിങ്ങനെ വരച്ചെടുക്കാം. നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം. കണ്ടോ,
ഇങ്ങനെ സ്ട്രോബെറി വരയ്ക്കാം. ഇതിങ്ങനെ ഡോട്ട് 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 ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ കപ്പിന്റെ ഒരു സ്ട്രോബെറി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കപ്പിന്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഈ സ്ട്രോബെറി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗൈസ് ഞങ്ങളൊക്കെ കൈയിന്റെ കളർ ഉണ്ടോ? ഇതുണ്ടോ? ഫുള്ള് ഇങ്ങനെ ആയിട്ടുണ്ട്. പോവൂലേ? നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ കയ്യില്. പക്ഷെ നല്ല രസം ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ 3 പേരുടെ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറെ നേരത്തെ കഷ്ടപ്പാടാണ് ഗൈസ് ഈ കപ്പ്. ഇനിയിപ്പോ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാല് ഇത് ഡ്രൈ ആവണം കേട്ടോ. ഇതിപ്പോ ഡ്രൈ അല്ല, ഇതൊക്കെ ഇങ്ങനെ ഇളകി കളിക്കുന്ന അവസ്ഥയിലാണ്, കുറച്ച് വെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കണം. എന്നിട്ട് നാളെ നമ്മൾ ഇതിന്റെ മുകളിൽ പെയിന്റിങ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു എന്താണ് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ട്രിങ്കർ ഡിഷും ഹാർട്ട് ഷേപ്പിൽ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു കപ്പും ആണ് കേട്ടോ. ഈ സെയിം കപ്പ് ശ്രീന്റെ കയ്യിലുണ്ട്. ഈ സെയിം കപ്പ് പിങ്ക് കളറിൽ എന്റെ കയ്യിലുണ്ട്. പിന്നെ അടുത്തതിൻ്റെ വരികയാണെങ്കിൽ ഒരു ഓവൽ അമീബ ഷേപ്പിലൊക്കെ ഉള്ള ഒരു ട്രിങ്കർ ഡിഷാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഏകദേശം മാച്ച് ആയിട്ടുള്ള ഒരു കപ്പും ഞാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറീസ് ഞാൻ ഇങ്ങനെ ഒരു 3D എഫക്റ്റിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നാളെ പെയിന്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്ട്രോബെറിക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. ഞാനിത് അവിടെ ഗൈസ് നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ പൂ പോലത്തെ ഒരു ട്രിങ്കർ ഡിഷ്, അതിൽ കുഞ്ഞു കുഞ്ഞു ചെറീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഞാൻ അതേ ഡിസൈനിൽ തന്നെയാണ് ചെയ്തത്. കപ്പ് ഞാൻ പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചിങ്ങനെ ഫ്ലിംസി ആയിട്ടാണ് ഉള്ളത്. ഇത് ഇങ്ങനെ റെഡി ആയി വരുമ്പോൾ ഉറച്ചു നിൽക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു ചെറിയും പിന്നെ ഈ കപ്പിന്റെ പിടീന്റെ മുകളിൽ ഒരു ഇലയൊക്കെ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് കാണിച്ചു തരാൻ പറ്റും. തിരിച്ച് വേണേ ഇങ്ങനെ തിരിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് പെയിന്റ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് നല്ല രസം ഉണ്ടാവട്ടോ കാണാന്. ഞാൻ ഈ ഒരു ട്രിങ്കർ ഡിഷിന് ഒരു ലൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ പർപ്പിളും വൈറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാനാട്ടോ ഒന്നെങ്കിൽ യെല്ലോ അതല്ലെങ്കിൽ പർപ്പിൾ, ആ ഒരു കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ചെക്സ് പോലെ ഉള്ളതിൽ ചെറിയ ചെക്സ് പോലെ ഒരു ലൈറ്റ് ബ്ലൂവോ പിങ്കോ അതിൽ നിന്നിട്ട് ഈ ചെറി ഇങ്ങനെ റെഡ് ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്നതും ഗ്രീൻ അതിലേക്ക് ആയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു പോയിന്. നാളെ നമുക്ക് പെയിന്റ് ചെയ്യുമ്പോ നാളെ ആകുമ്പോഴത്തേക്ക് ഉറച്ചു കിട്ടിയാൽ മതി, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഡ്രൈ ആയിട്ട് നാളെ കാണാം. നമ്മള് സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പൊ സെക്കൻഡ് ഡേ നമ്മൾ ഉണ്ടാക്കിയ മഗ്ഗും പിന്നെ ട്രിങ്കർ ഡിഷും ഒക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇപ്പൊ കയ്യിലെടുക്കാനുള്ള പാകത്തിലായിട്ടുണ്ട് ഗൈസ്. നന്നായിട്ട് ഇതാ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. ഇത് രണ്ടും ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അടിഭാഗത്തൊക്കെ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് കേട്ടോ. ഇത് കുഴപ്പമില്ല, വെക്കണം എന്നാ തോന്നുന്നത്. ഇപ്പൊ ഒരു മഴ സീസൺ ആയതുകൊണ്ട് എപ്പോഴും ഒരു ഈർപ്പം, അതുകൊണ്ടാണ് ഇത് മര്യാദയ്ക്ക് ഉണങ്ങാത്തത്. അല്ലെങ്കിൽ വെയിലൊക്കെ ആണെങ്കിൽ വേഗം ഉണങ്ങും കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഗൈസ് ഇത് പെയിന്റ് ചെയ്യലാണ്. പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭംഗി നമുക്ക് മനസ്സിലാവും. നമുക്ക് പെയിന്റ് ചെയ്യാറുണ്ട്, ശരിക്കും ഇതിന്റെ മുകളിൽ വാർണിഷ് അടിക്കാനും ഉണ്ട്, എന്നാലാണ് ഒരു ഗ്ലോ വരുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമുക്ക് പെയിന്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇവിടെ ആര് കളർ ഏതാന്ന് തീരുമാനിച്ചിട്ടില്ല ഗൈസ്. എനിക്ക് വേണ്ടത് ലൈറ്റ് പർപ്പിൾ ആയിട്ടുള്ള കളറാണ്. അപ്പൊ അത് ഞാൻ മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഈ വൈറ്റ് പിന്നെ പർപ്പിൾ അല്ലേ, ഇത് മതി. പക്ഷെ ഞാൻ ഒരു സേഫ്റ്റിക്ക് ഇതും കൂടി എടുക്കുന്നുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ഗൈസ്. എനിക്ക് വേണ്ടത് ഒരു ലൈറ്റ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ അങ്ങനത്തെ ഒരു ഗ്രീൻ ഇല്ലേ, അതാണ് കേട്ടോ വേണ്ടത്. അപ്പൊ അത് ഉണ്ടാക്കിയത് കുറച്ച് പണിയാണ്. ഇതാ എന്റെ കയ്യിൽ ഈ ഒരു ഗ്രീൻ ഉള്ളത്. ഇതിന് മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു പിങ്ക് കളറാണ് ഉണ്ടാക്കേണ്ടത്. ഇതിൽ പിങ്കിന്റെ ഒരു ഭാഗം പോലും ഇല്ല. അപ്പൊ നമ്മൾ റെഡും വൈറ്റും, അതും ബേബി പിങ്ക്. അതെ, ബേബി പിങ്ക് ആണ് വേണ്ടത്. അതിന്റെ ലൈറ്റർ വെർഷനും ഒരു ഇത്തിരി ഡാർക്കും അങ്ങനെയാട്ടോ എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഇതാ വൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞു ഡ്രോപ്പ് റെഡും, പിന്നെ അതിന്റെ കൂട്ടത്തില് ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു കളർ ആക്കി എടുക്കാം കേട്ടോ. ഞാനിതാ കുറച്ച് അധികം വൈറ്റും കുറച്ചത് ഇങ്ങനത്തെ ഒരു വയലറ്റും കുറച്ച് റെഡും എടുത്തിട്ടുണ്ട്. നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം. ഇല്ല, അത് പിങ്കാ കിട്ടുന്നത്. ഈ പിങ്ക് എനിക്ക് പിങ്ക് കിട്ടിട്ടോ. പിങ്ക് അവിടെ കിട്ടി. എനിക്കിതാ ആ ഒരു പേസ്റ്റൽ പിങ്ക് ആണ് എനിക്ക് കിട്ടേണ്ടിയിരുന്നത്. അത് ഈ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ റെഡ് അല്ല കേട്ടോ. ഇതൊരു ഫൂഷ്യ പിങ്കിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് പോലൊക്കെ ഉണ്ട്. അതെന്ത് സാധനം. അപ്പൊ അതും വൈറ്റും കൂടെ അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പേസ്റ്റൽ പിങ്ക് കിട്ടുന്നുണ്ട്. ഞാനിതാ ഈ 3 കളേഴ്സ് വൈറ്റ്, യെല്ലോ, ഗ്രീന്, വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ഈ കളർ കിട്ടിയത്. എനിക്ക് വേണ്ട ലാവൻഡർ കിട്ടി ഗൈസ്. ഇതുണ്ടോ, ഈ ലാവൻഡർ ആയിരുന്നു എനിക്ക് കിട്ടേണ്ടിയിരുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇതാ ഈ ഒരു റെഡ്, ഈ ബ്ലൂ പിന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ. ഇതിപ്പോ ഞാൻ ടെസ്റ്റ് ആയിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. നമുക്ക് ഇനി ഇത് കുറച്ച് കൂടിയ എമൗണ്ടിൽ ഉണ്ടാക്കാം. കാരണം പലതവണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രപ്പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ഡ് ഡിഫറൻസ് വന്നു പോകും. റെഡ് എടുത്ത് പിന്നെ ഇതാ കുറച്ച് ബ്ലൂ മതി,
അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കൂട്ടി കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് കൂടിയ എമൗണ്ടിൽ വൈറ്റും കൂടി എടുക്കുക. ദേ ഇങ്ങനെ വൈറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പൊ തീരുമല്ല. നമുക്കൊക്കെ പേസ്റ്റൽ കളറായി വേണ്ടതുകൊണ്ട് വൈറ്റ് പെട്ടെന്ന് തീരാനുള്ള ചാൻസസ് ഉണ്ട് ഗൈസ്. ഇതാ ഇത് കണ്ടോ, കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ദേ ഈ പേർപ്പിൾ ആണ് നമുക്ക് വേണ്ടത് ഗൈസ്. ഞാൻ ഈ പേർപ്പിൾ കളറ് നമ്മുടെ ട്രിങ്കറ്റ് ഡിഷിൽ ഫസ്റ്റ് ടൈം ഞാനിത് ഇങ്ങനെ പെയിന്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതെ ശ്രീ തുടങ്ങിക്കോട്ടെ, എന്നാൽ അറിയാലോ എന്താ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് ശ്രീ. ആ വിചാരിച്ച കളർ തന്നെ എനിക്ക് വിചാരിച്ച കളറിനെ കിട്ടില്ല. ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ്. ഇങ്ങനെ കിട്ടുന്നുള്ള ഞങ്ങൾക്ക് യാതൊരു ഉറപ്പില്ലായിരുന്നു. അതിനോട് ഞങ്ങൾ ഇത്ര എക്സൈറ്റഡ് ആവുന്നത്. ഞാനും ഇതാ അങ്ങനെ വൈറ്റ് മിക്സ് ചെയ്ത് എനിക്ക് വേണ്ട കളർ കിട്ടി ഗൈസ്. ഞാനത് അടിക്കാൻ പോവാ. ഞാൻ ഏകദേശം അടിക്കാൻ പോവാണ്. ഇനി ബേസ് ആയിട്ട് ഞാൻ ഈ ഗ്രീൻ അടിച്ചെടുക്കട്ടെ. നല്ലൊരു ഗ്രീൻ കളർ. ഇതിപ്പോ വൈറ്റിന്റെ കുറച്ച് യെല്ലോന്റെയും ലൈറ്റ് ഗ്രീനിന്റെയും മിക്സ് ആണ് ഗൈസ്. ഇത് നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഗൈസ് ഇനി ഞാൻ അടുത്തത് പെയിന്റ് ചെയ്യാൻ പോവാണ്. ഇന്റത് ഈ ചെറിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ്, പക്ഷെ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഓ അത് നല്ല കളർ, മൂന്നാമത് നല്ല അടിപൊളി കളർ. നോക്ക് രസല്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് 3 കളർ ഇഷ്ടമായി. നല്ല രസമുള്ള കളേഴ്സ് ആട്ടോ കിട്ടിയത്. നല്ല രസമുണ്ട്. ആ റെഡ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ടാവും. വളരെ സൂക്ഷിച്ച് ആ ചെറീനെ ഒന്നും തട്ടാത്ത രീതിയിൽ ഒരേ ഡയറക്ഷനിൽ ചെയ്ത് കൊടുക്കാം. അതെ, നമുക്കിത് ഇങ്ങനെ പെയിന്റ് ചെയ്തെടുക്കാം. ഇത് പെയിന്റ് അടിച്ച് തുടങ്ങിയപ്പോൾ ഗൈസ് പെട്ടെന്ന് തീരുന്നുണ്ട്. കാരണം നമുക്ക് ഫസ്റ്റ് കോട്ടായിട്ട് ഇതിന്റെ മുകളിൽ എനിക്ക് ഇനി പാറ്റേൺസ് ആണ് വരുന്നത്. അപ്പൊ അതിനോട് തന്നെ ഫസ്റ്റ് കോട്ട് ഇത് ഞാൻ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ച അതേ പേർപ്പിൾ കളർ തന്നെ വന്നിട്ടുണ്ടോ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള ഒന്നെങ്കിൽ വൈറ്റ് ഡേസി ഫ്ലവേഴ്സ്, അതല്ലെങ്കിൽ യെല്ലോ ഡേസി ഫ്ലവേഴ്സ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വൈറ്റും ഭംഗിയുണ്ടാവും, യെല്ലോയും ഭംഗിയുണ്ടാവും, രണ്ടും രസം ഉണ്ടാവും. നമുക്കിത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എഡ്ജസിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഗൈസ് ഏകദേശം ഇതാ ഇവിടെ ചെയ്ത് കഴിയാനായിട്ടോ. ഈ ഒരു സൈഡ്സിൽ പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. കാരണം കുഞ്ഞു കുഞ്ഞു ക്രാക്ക് പോലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ല ഫില്ലായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിന്റെ മുകളിൽ എനിക്ക് ഇങ്ങനെ ചെക്സ് ആയിട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഗൈസ് ഞാൻ എൻ്റെ ട്രിങ്കറ്റ് ഡിഷ് ഫുള്ള് ഇതേ പേർപ്പിൾ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇങ്ങനെയാണ് ഉള്ളത്. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒറ്റ കോട്ടും കൂടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ കപ്പിനാണ് ഞാൻ ഇനി എടുത്തത് പെയിന്റ് അടിക്കാൻ പോകുന്നത്. ഇന്റെ ട്രിങ്കറ്റ് ഡിഷ് ഗൈസ് ഞാനിതാ ഫുള്ള് ഗ്രീൻ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഡ്രൈ ആയാലുള്ളൂ ഇതിന് പുറം ഭാഗം നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിതാ ഗൈസ് ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൈഡിലേക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് തീർന്നിട്ട് പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളിത് നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഉള്ള കപ്പിന് പർപ്പിൾ കളർ അടിക്കാൻ പോവാണ് കേട്ടോ. രണ്ടും സെയിം പർപ്പിൾ തന്നെയാണ് ഞാൻ എടുത്തത്. ഇത് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. ഈ സെയിം ഷേപ്പിലുള്ള കപ്പിന്റെ അടുത്തുണ്ട്. ആ കപ്പ് പിങ്ക്, കുറച്ചൊരു എന്താ ഒരു മൂവ് ഷെയ്ഡൊക്കെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്, പിങ്കിന്റെ അല്ലേ. ഏത് ഇതേപോലത്തെ ഒരു കപ്പിന്റെ അടുത്തില്ലേ, അത് ഇതല്ലേ പിങ്ക് കളർ. അതൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതേപോലത്തെ ഒരു കപ്പ് ഒരു പേർപ്പിൾ ഷെയ്ഡിലും കൂടെ എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. പിന്നെ ഗൈസ് ഇതിൽ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റൂല, കാരണം ഫുഡ് ഗ്രേഡ് ക്ലേ അല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഷോ പീസ് ആയിട്ട് വേണമെങ്കിൽ വെക്കാന്നേ ഉള്ളൂ കേട്ടോ. ഗൈസ് ഞാനിതാ ഈ പിങ്ക് കളറ് നമ്മളെ ഈ ഡിഷിന് മൊത്തം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്ക് സൈഡിൽ ആ ചെക്സ് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പിങ്കിന്റെ തൊട്ട് ഡാർക്ക് പിങ്ക് പോലെ ആക്കി എടുത്തിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ലൊരു ബുദ്ധിയാണ്, ബാക്കിൽ ട്രൈ ചെയ്യാൻ. ഓക്കെയാണോ? കുറച്ചും കൂടെ ഡാർക്ക് ആണെങ്കിൽ ഒന്നും കൂടെ വിസിബിൾ ആയിരിക്കും. ആണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് വലിയ കുഴപ്പമില്ല എന്നാ തോന്നുന്നത്, കാണാൻ ഭംഗിയുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് കുറച്ച് റിസ്ക് ആണ്, കാര്യം ഈ ചെറിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമുക്ക് നോക്കിയിട്ട് മെല്ലെ മെല്ലെ ചെയ്തു നോക്കാം കേട്ടോ. ഞാനിപ്പോ ട്രിങ്കറ്റ് ഡിഷിന്റെ സെയിം കളർ തന്നെ ഈ കപ്പിന് അടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഈ കപ്പിന്റെ മുകളിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വേണം അടിക്കാൻ ഗൈസ്. ഞാനിതാ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഈ കളർ മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കളർ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത കളർ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതേ കളർ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്.
ഇവിടൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ അടിക്കാണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിട്ട് ഹെയർ ഡ്രയർ കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാറ്റേൺ വരയാം. ശ്രീ 1, 2, 3 കോട്ടങ്ങാൻ അതിന്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഹെയർ ഡ്രയർ ഇല്ലാതെ എന്തറിയോ, ഞാൻ ഉണ്ടാക്കിയ ഒരു കോട്ട് അടിച്ച് പിന്നെ ഞാൻ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കണ്ട് അവിടെ ഞാൻ ഇതടിച്ച് ബാക്കി അവിടെ കൊണ്ടടിച്ചപ്പോ അത് പിന്നെ അടിക്കേണ്ടി വന്നതാണ് എനിക്ക്. ഇനി ഗൈസ് ഇതിന്റെ മുകളിൽ ഞാൻ ലൈൻസ് കൊടുക്കാൻ പോകട്ടോ. ആദ്യം തന്നെ നമുക്ക് സെന്ററിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അത് വിറയ്ക്കും. ഞാൻ അറിവിന്റെ വെളിച്ചത്തിൽ പറയാണ്, ചില്ലറ പണിയൊന്നല്ല അത് കേട്ടോ, കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. ചെറുതായിട്ട് കുഴപ്പമില്ല ഗൈസ്. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അങ്ങനെ ആട്ടോ ചെയ്യണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനാണെ ആദ്യത്തെ വര കൊണ്ടേ നടുവിൽ കൊണ്ട് വരയ്ക്കും. ഞാനിതാ ഗൈസ് ചെക്സ് വരച്ചോണ്ടിരിക്കുകയാണ്. വരച്ചു തുടങ്ങിയല്ലോ എന്ന അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. നല്ല ഡിസൈൻ എടുത്താൽ അതെ, ഇതിങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല. കാര്യം ഇതിങ്ങനെ ഷെയ്ഡ് ഒരേപോലെ കിട്ടും വേണം. വര അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോരുത്. ചെറിയ രീതിയിലൊക്കെ തെറ്റിയിട്ടുണ്ടാവും, പക്ഷെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ഇതിങ്ങനെ കൈ വരച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ചെക്സിന്റെ മുകളിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു പിങ്ക് ഹാർട്ട്സ് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടത് കാണാൻ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഈ ഹാർട്ടിന് മാത്രം കുറച്ച് കുഴപ്പം പറ്റിപ്പോയി. ഇതെല്ലാം കൂടെ കോഴീന്റെ മുഖം പോലെ തോന്നുന്നില്ലേ? എവിടെ പക്ഷെ എന്നാലും വലിയ നല്ല രസം. പക്ഷെ അതങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ അവിടെ എവിടെ ആയിട്ട് കുഞ്ഞു പിങ്ക് ഹാർട്ട്സ് വരച്ചു കൊടുക്കാം. ഗൈസ്, ഞാനിതാ കപ്പും പിന്നെ എൻ്റെ ട്രിങ്കറ്റ് ഡിഷും പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം എനിക്ക് ചെക്സ് പോലെ വേണ്ടതായിരുന്നു. അത് മൊത്തം ഞാനിതാ കപ്പും ചെയ്തിട്ടുണ്ട്, ഈ ട്രിങ്കറ്റ് ഡിഷും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയും അതിൻ്റെ തണ്ടും ഒക്കെ കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡ് കളറാണ് മെയിനായിട്ട് വേണ്ടത്. കുറച്ച് റെഡ് കളർ എടുക്കുക. ഈ റെഡ് കളർ ഞാനിതാ തിന്നായിട്ടുള്ള ബ്രഷാട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യാൻ പോവാണേ. എനിക്ക് കാണില്ല, നോക്കട്ടെ. നല്ല പോപ്പ് ചെയ്ത് നിൽക്കണ്ട കളറ്. രസമുണ്ടല്ലേ? അപ്പൊ ഗൈസ് നമുക്ക് ഇതാ ഈ ചെറിയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഗൈസ്, ഞാൻ എന്റെ കപ്പിന് ഇതേ പാറ്റേൺസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു ഡെയ്സി ഫ്ലവറിന്റെ പാറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്താൽ എപ്പോ പറഞ്ഞാലും കോളാവുന്ന ഒരു പാറ്റേൺ ആണ് ഈ പാറ്റേൺ. ബാക്കിയുള്ള എല്ലാവരും ഓരോ പാറ്റേൺ എടുത്തോണ്ട് ഞാനപ്പോ ഈ പാറ്റേൺ ആക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇതേപ്പോ ഒരു ഫ്ലവർ ഞാൻ അവിടെ പകുതിയാക്കി വെച്ചതാണ്. ഇത് ചെറുതായിട്ട് അത് ചെറുതായിട്ട് തെറ്റിപ്പോയി ഗൈസ്. അപ്പം നമ്മൾ എല്ലാ ലീഫിനും കട്ടി കൂട്ടണം. ഇങ്ങനെ ഈ ബ്രഷിൻ്റെ അതേ സൈസിൽ തന്നെ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വരഞ്ഞു കൊടുത്താൽ മതി. ഇപ്പം അത് അങ്ങനത്തെ ഒരു ഫ്ലവറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഭയങ്കര സൈസ് ഡിഫറൻസ് വേണ്ട, എന്നാലും ചെറുതായിട്ടൊരു സൈസ് ഡിഫറൻസിൽ നമുക്കിത് ഇവിടെയൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഗൈസ്, ഞാനിതാ ഈ കപ്പിലുള്ള ചെറിക്കും മൊത്തത്തിൽ ഇങ്ങനെ കളർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തണ്ടിനും പിന്നെ ആ ലീഫിനും കണ്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ ഞാൻ ഇവിടെ വൈറ്റും ഗ്രീനും കൂടെ മിക്സ് ആക്കിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ജസ്റ്റ് മെല്ലെ ഇങ്ങനെ ഈ തണ്ടിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ നമ്മുടെ കപ്സും ട്രിങ്കറ്റ് ഡിഷും എല്ലാം നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാറ്റേൺസും എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ഞങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് വാർണിഷ് അടിക്കലാണ്. അപ്പൊ അത് കയ്യുമ്മലായാലും നമ്മുടെ കയ്യുമ്മൽ ഒട്ടിപ്പോവും. അതിനോണ്ടാണ് ഞങ്ങൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. വാർണിഷ് അടിച്ചാലേ ഇതിനൊരു ഗ്ലോ ലുക്ക് വരുള്ളൂ ഗൈസ്. ഇപ്പൊ ഇതെങ്ങനെ കാണാന്ന് വെച്ചാൽ കണ്ടോ, നല്ല മാറ്റ് ഫിനിഷിലാണ് നമ്മൾ പെയിന്റിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെക്സും പിന്നെ ഒരു പിങ്ക് കളർ ഹാർട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കപ്പ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കപ്പ് ഇതാ ഞാൻ അങ്ങനത്തെ ഒരു ഷേപ്പിൽ ചെയ്യുന്നല്ലോ. അതിന് ഞാൻ ലൈറ്റ് പിങ്ക് ഉള്ളിലും കൊടുത്ത് ലൈറ്റ് ഗ്രീനും പുറത്തും ഹാർട്ട്സും
പിന്നെ ദാ ഈ സ്ട്രോബെറി ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഇത് മാറ്റ് ഫിനിഷ് ആണ്. ഇത് വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു ഗ്ലാസ് ലുക്ക് കിട്ടും കേട്ടോ. ഇതിന്റെ നല്ല ഹാർട്ട് ഷേപ്പിലുള്ള കപ്പിന്റെ മുകളിൽ ഞാനിത് ഡെയ്സി ഫ്ലവേഴ്സ് ഇങ്ങനെ പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഞാൻ പ്യോർ വൈറ്റ് കളർ തന്നെ കീപ്പ് ചെയ്തിട്ടോ. എനിക്ക് അതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത്. പിന്നെ എന്റെ ട്രിങ്കറ്റ് ഡിഷ് ഞാൻ മൊത്തത്തിലൊന്ന് തീം മാറ്റി. ഉള്ളിൽ ഞാൻ ഹാർട്ട്സ്, പിങ്ക് ഹാർട്ട്സ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എന്താണ് എഡ്ജസിലൂടെ പിങ്ക് കളർ അടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഒരു ക്യാൻഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പിങ്ക് ഇങ്ങനെ ഈ ഒരു എന്താ ക്യാൻഡി ക്രീം ഒക്കെ ഇങ്ങനെ വരുന്നത് പോലെ ഞാനിത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ എഡ്ജസിൽ ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ എന്റെ ട്രിങ്കറ്റ് ഡിഷ് കാണാൻ ഇങ്ങനെയുണ്ട്. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ട്രിങ്കറ്റ് ഡിഷ് വന്നിട്ടുള്ളതും ചെറിയ വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രിങ്കറ്റ് ഡിഷും കപ്പും ആട്ടോ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ആദ്യം ലൈറ്റ് പിങ്ക് ആയിട്ട് ഇത് മൊത്തം പെയിന്റ് അടിച്ച് അതിന്റെ മുകളിൽ ചെക്സ് വരച്ച് ചെറീസ് ഒക്കെ കളർ ചെയ്ത് കൊടുത്ത് കപ്പും അതുപോലെ തന്നെ ചെയ്ത് കപ്പിന്റെ ഉള്ളിൽ ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് യെല്ലോ ഷെയ്ഡ് ഉണ്ടാക്കി എടുത്തിട്ട് അത് ഉള്ളിൽ അടിച്ചു കൊടുത്ത്. അപ്പൊ പിങ്കിന്റെ യെല്ലോന്റെ ഒരു കോൺട്രാസ്റ്റ് ഉള്ളിൽ വന്ന് ഇതിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് ഫിനിഷിലേക്ക് മാറ്റിയെടുക്കണം. അതെ, അപ്പൊ നമുക്ക് ഇനി ഈ പണി തുടങ്ങാം. ഇത് കയ്യിലൊന്നും ആവാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഗ്ലോ ഒക്കെ ഇട്ടിരിക്കുന്നത്. അതെ, തുറന്നോളൂ. മുഖത്ത് ഇനിയിപ്പോ മുഖത്താണല്ലേ കയ്യിലാണ് അറിഞ്ഞിട്ട്. ഈ വാർണിഷ് അടിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ, എന്നാലേ ഇത് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ട് ഇത് ഉണക്കും. അപ്പൊ ഗൈസ് കുറച്ച് വാർണിഷ് മതി. ശരിക്കും കുറച്ച് നോക്കിയിലേക്ക് വെക്കാം. കുറച്ച് ഇതിലും ഇത് കാണാനൊരു സ്ലൈം ഒക്കെ പോലെ, കാണാനൊരു സ്ലൈം ആ ഒരു ഇതൊക്കെ പോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ എന്താ പറയാ പെയിന്റ് ചെയ്യുന്ന പോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ തേച്ചു കൊടുക്കാം. ഞാനിത് അവിടെ വാർണിഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഗ്ലാസ് ഫിനിഷിലോട്ട് വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അത് അടിക്കുമ്പോ തന്നെ ആ ഒരു ഇത് കളർ ഇങ്ങനെ ബ്രൈറ്റ് ആയി വരുന്നുണ്ട് അല്ലെ, ഒന്നും കൂടെ തിളങ്ങുന്ന പോലെ ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇത് കണ്ട് ഗൈസ്, നമ്മുടെ ഇത് മാറ്റും ഇത് ഗ്ലോസിയാണ്. ആ ഡിഫറൻസ് ഇപ്പൊ തന്നെ മനസ്സിലാവില്ലേ? ഞാനിത് എന്റെ ട്രിങ്കറ്റ് ഡിഷിന്റെ ഉള്ളില് ഏകദേശം ആ ഒരു വാർണിഷ് അടിച്ച് കഴിയാനായിട്ടോ. ഇതാ ഇവിടെ ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സ് ഒക്കെ അതേപോലെ ചെയ്ത് കൊടുക്കണം. ഞാനിതാ കപ്പ് വാർണിഷ് അടിച്ചോണ്ടിരിക്കുകയാണ്. ട്രിങ്കറ്റ് ഡിഷിന്റെ ഈ ഭാഗത്ത് ഞാൻ വാർണിഷ് ഫുൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട്. വാർണിഷ് അടിച്ചപ്പോ പ്രത്യേക ഭംഗി കാണാൻ. ഇതിന് പക്ഷെ എവിടെയും വെക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. അങ്ങനെ നമ്മള് 2 ദിവസത്തെ കാത്തിരിപ്പിന്റെയും കഷ്ടപ്പാടിന്റെ നമ്മള് ട്രിങ്കറ്റ് ഡിഷും കപ്പും ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുക പറയുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഗൈസ്. കാരണം ഇത് നമ്മൾ ഓരോന്ന് നോക്കി നോക്കി ചെയ്ത് ഇത് പെയിന്റ് ചെയ്ത് അതിന് മുകളിൽ സമയം വേണം. പിന്നെ ആ പ്രോസസ്സിന് നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യണം. ഇത് സത്യം പറഞ്ഞാല് ഒരു 3-4 ദിവസമൊക്കെ സമാധാനത്തിൽ വെച്ച് ചെയ്യേണ്ട സാധനമാണ്. ഞങ്ങളിപ്പോ ഹെയർ ഡ്രയർ എല്ലാം വെച്ച് 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയോ പ്രസന്റ് ചെയ്യാനുള്ള രീതിയിലാക്കിയതാണ്. അതെ, ഇനി ഞങ്ങളുടെ ഓരോരുത്തരും ഉണ്ടാക്കിയ ട്രിങ്കറ്റ് ഡിഷസ് കാണിച്ചു ഞങ്ങൾ പോലും ഇത്രയും പറയാനുണ്ട്. ഞങ്ങളിത് തുടങ്ങുമ്പോ വിചാരിച്ചത് ഇത്രത്തോളം തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിചാരിച്ചില്ല. പക്ഷെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തതിൽ ഞങ്ങൾ വളരെ സന്തോഷമല്ലേ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയ ട്രിങ്കറ്റ് ഡിഷസ് കാണിച്ചു തരാം ഗൈസ്. ആദ്യം എന്റെ ട്രിങ്കറ്റ് ഡിഷിലേക്ക് സ്വാഗതം ഗൈസ്. ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ട്രിങ്കറ്റ് ഡിഷാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ഉള്ളിലും ഞാൻ നല്ല പിങ്ക് ഹാർട്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡർ ഞാൻ ഒരു പേർപ്പിളും പിങ്കും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ചുറ്റിലും ഞാനിത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്യാൻഡി ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ആ ഒരു ടൈപ്പ് ഡിസൈൻ ഞാൻ കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഇതാ എന്റെ പർപ്പിൾ ട്രിങ്കറ്റ് ഡിഷ് ഇങ്ങനെയാണ് കാണാനുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിലാക്കിയിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഞാനിതാ കുഞ്ഞു കുഞ്ഞു പിങ്ക് ഹാർട്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ പേർപ്പിൾ കളറാണ്. എന്നിട്ട് ചുറ്റും ഞാനൊരു പിങ്ക് ബോർഡറും കൂടെ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് മാച്ച് ആയിട്ടുണ്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ള കപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലത്തെ ഒരു റെഡ് കപ്പിന്റെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കപ്പ് നേരെ നമുക്ക് പർപ്പിൾ കളറിൽ അടിക്കാന്ന്. ഇതിന്റെ ചുറ്റും ഞാൻ നല്ല ഭംഗിയുള്ള ഡെയ്സി ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്ലോസിയും കൂടി ആയപ്പോ ഗൈസ് എന്ത് രസമെന്ന് പറയാ കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഉള്ളിലേക്ക് കണ്ടോ, ഉള്ളില് വൈറ്റ് കളറാണ്. ദേ പുറത്ത് ഇങ്ങനെയാണ്. ഇത് നമുക്കിത് ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കും. പക്ഷെ ഇതിൽ കുടിക്കാൻ പറ്റില്ല, ഇതിൽ ചായ കുടിക്കാൻ പറ്റില്ല. പക്ഷെ കാരണം നമ്മൾ ഫുഡ് ഗ്രേഡ് സാധനം ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ചായ കുടിക്കാൻ പറ്റില്ല. നമുക്ക് ഷോയ്ക്ക് ഇങ്ങനെ വെക്കാം. നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഇങ്ങനെ മാച്ചിങ് ആയിട്ട് നല്ല ഭംഗി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി അടുത്തത് എന്റെ ട്രിങ്കറ്റ് ഡിഷിലേക്ക് വരാം. ഇതാണ് ഗൈസ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രീനും അതിന്റെ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഗ്രീനും പിന്നെ പിങ്കും വെച്ചിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ് ആയിട്ട് ലൈറ്റ് കളർ ഗ്രീനും അതിന്റെ
മുകളിൽ കുറച്ച് ഡാർക്ക് ഗ്രീനും ചെക്സ് പോലെ കൊടുത്ത് അതിന്റെ മുകളിൽ പിങ്ക് ഹാർട്സ് കൊടുത്ത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. നമുക്ക് ഇങ്ങനെ ജ്വല്ലറി ഒക്കെ ഇട്ട് വെക്കാൻ പറ്റൂലേ, അതേപോലെയുള്ള ഒരു ട്രിങ്കഡ് ഡിഷ് ആണിത്. ഇത് എനിക്ക് എന്റെ ടേബിളിന്റെ മുകളിൽ വെക്കണം ഗൈസ്. അടുത്തത് വരുന്നത് ഇതേ ഷേപ്പ് തന്നെ, അതായത് ഈ ഓവൽ അമീബ ഷേപ്പ് പോലെ ചെയ്തെടുക്കാൻ നോക്കിയൊരു കപ്പാണ്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര ഈ ഒരു ഷേപ്പ് എനിക്ക് കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ മുകളിൽ ഞാൻ വേറെ പ്രത്യേകമായിട്ട് ചെയ്തത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറീസ് ആണ് കേട്ടോ. പിന്നെ അതിനും സെയിം ഹാർട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഞാനൊരു ലൈറ്റ് പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് കൂടെ ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, ഈ രീതിയിലെങ്കിലും ഫസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റി. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ട്രിങ്കഡ് ഡിഷും കപ്പ് എന്ന് പറയുന്നത്. ഞാനിത് ഇങ്ങനെ പൂക്കളുടെ ഇതളുകൾ പോലെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്തിട്ടായിരുന്നു ആദ്യം ഈ ട്രിങ്കഡ് ഡിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ മുകളിൽ ഒരു ലൈറ്റ് പിങ്കും അതിന്റെ തൊട്ട് ഡാർക്ക് പിങ്കും ആയിട്ട് ഇങ്ങനെ ചെക്സ് പോലെ ആട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ 3D ആയിട്ടുള്ള ചെറീസിന് റെഡ് കളറും ഒരു പേസ്റ്റൽ ഗ്രീൻ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കോമ്പിനേഷൻ ആയിട്ടുള്ള കപ്പാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇതിങ്ങനെ ഗ്ലോസിയും കൂടി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മുകളിൽ ഞാൻ 3 ചെറീന്റെ സെറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പിടീന്റെ മുകളിൽ ഒരു ഇല പോലെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഒരു പേസ്റ്റൽ യെല്ലോ കളറിലും കൂടി കൊടുത്തപ്പം അങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ട്രിങ്കഡ് ഡിഷും കപ്പും. അപ്പൊ ഇതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതിൽ മൂന്നിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരതാന്ന് എന്തായാലും പറയണം. ഞങ്ങൾക്ക് എന്തായാലും തീരുമാനിക്കാൻ പറ്റില്ല, കാരണം ഈ 3 ഞങ്ങളെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ്. അതെ, ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഇത്രയും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വിചാരിച്ചില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ഞങ്ങൾ തന്നെ ചെയ്ത് കണ്ടപ്പോ. അപ്പൊ ഇതിന്റെ വിന്നർ നിങ്ങൾ തീരുമാനിക്കുക. ഏറ്റവും കൂടുതൽ കമന്റ്സ് ആർക്കാണോ അവരായിരിക്കും വിന്നർ. അപ്പൊ നിങ്ങൾ ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, പക്ഷെ ഉണ്ടാക്കി നോക്കുക. നല്ല രസമാണ് കേട്ടോ. എയർ ഡ്രൈ ക്ലേ ആണ്. ആ ക്ലേ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും, ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പൊ അങ്ങനെ മേടിച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sanjita. Signing off.